നേതാവ് പി കൃഷ്ണദാസ് കൂടി ശ്രീ പി കൃഷ്ണദാസ് കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. വെറുതെ തള്ളുകയല്ല, ആ കേസിന്റെ മെറിറ്റിലേക്ക് പോലും കടക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി തള്ളുന്നത്. അപ്പോൾ ഇനിയും കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് BJP ഡൽഹിയിൽ നടത്തുന്ന വലിയ പ്രതിഷേധമുണ്ടല്ലോ, ആ പ്രതിഷേധം ഇനിയും തുടരുമോ? അല്ല, അത് രണ്ടും രണ്ടാണ് അപർണ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോടതിയിലൊരു കേസ് പോകുന്ന സമയത്ത് അതിനൊരു നിയമപരമായിട്ടുള്ള വശമുണ്ട്. എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും കോടതിയിൽ കേസ് പോകുമ്പോൾ അതിനൊരു നിയമപരമായ വശമുണ്ട്. നിയമപരമായ വശം നിയമസഭയ്ക്കകത്ത് ഭൂരിപക്ഷമുള്ള പാർട്ടി ആരെയാണോ തിരഞ്ഞെടുക്കുന്നത്, നേതാവ് ആരാണോ അവരാണ് മുഖ്യമന്ത്രിയായി തുടരുക എന്നതാണ്. അതല്ലെങ്കിൽ സഭയ്ക്കകത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത് ആ സഭയ്ക്കകത്ത് അവിശ്വാസ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുഖ്യമന്ത്രി മാറ്റപ്പെടണം, അല്ലെങ്കിൽ സർക്കാർ മാറ്റപ്പെടണം. അതൊരു കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന വിഷയമല്ല സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള വശത്തെ സംബന്ധിച്ച്, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശത്തെ സംബന്ധിച്ച് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം EDയുടെ കസ്റ്റഡിയിലായിട്ട് എത്രയോ ദിവസങ്ങളായി. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കോടതി ഉറക്കിയല്ല, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി നീട്ടിക്കൊടുത്തുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളുമായി നടക്കുന്ന അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള EDയുടെ ഡിമാൻഡിനെ അംഗീകരിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ അന്വേഷണ ഏജൻസികൾ, അത് ED മാത്രമല്ല, രാജ്യത്തുള്ള ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും, സംസ്ഥാന പോലീസാണെങ്കിലും മറ്റ് അന്വേഷണ ഏജൻസികളാണെങ്കിലും, അവർ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു പ്രതിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യേണ്ടയാൾ, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടേണ്ടയാളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അത് ചോദിച്ചറിയുക, ശേഖരിക്കുക, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഇതൊന്നും ബാധകമല്ല, അതല്ലെങ്കിൽ കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്ക് ബാധ്യതപ്പെട്ട് നിൽക്കാൻ ഉള്ള ആളല്ല, അദ്ദേഹത്തിന് മറ്റെന്തോ ഒരു അമാനുഷികമായിട്ടുള്ള ശക്തിയും അമാനുഷികമായ ചില സിദ്ധികളും അവകാശങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ സാധിക്കുക? നമ്മുടെ രാജ്യത്ത് ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ അവർ കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതി കസ്റ്റഡി കൊടുത്തതിന് ശേഷം അതിൽ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ചാനലിൽ പറയാൻ മാതിരി കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. അവർക്ക് അന്വേഷണ ഏജൻസിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ നിലക്ക് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ, അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ, അതെല്ലാം അവരുടെ റെക്കോർഡിൻ്റെ ഭാഗമാണ്. അത് കോടതി ചോദിച്ചാൽ ഹാജരാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു ഏജൻസിക്കോ മറ്റൊരാൾക്കോ അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കെജ്രിവാളിനെ കൊണ്ട് പാർട്ടി മാറാൻ നിർബന്ധിക്കുന്നു, രാജിവെക്കണമെന്ന് നിർബന്ധിക്കുന്നു, ഇതൊക്കെ നമുക്ക് ബാലിശമായി രാഷ്ട്രീയ വേദികളിൽ അതല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാം. അതെന്തും പറയാമല്ലോ, നമുക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശം പോലെ തന്നെ എന്തും പറയാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട്. പക്ഷെ അതെല്ലാം ശ്രീ പി കൃഷ്ണദാസ് എന്തും പറയുന്നത് മാത്രമാണോ? BJPക്ക് 55 കോടി കൈമാറി, 50 കോടി കൈമാറിയത് തന്റെ അറസ്റ്റിന് ശേഷമാണ് എന്ന് കേജ്രിവാൾ പറഞ്ഞത് ഇന്നാണ്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ അണികൾ പുറത്തുവിടുന്ന വിവരമല്ല, അങ്ങനെ ഒരു രഹസ്യവുമല്ല. അപർണ, ഇതെല്ലാം പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളാണ് ഇതെല്ലാം ഉന്നയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാജ്യത്തെ നിയമമനുസരിച്ച്, അതായത് ഇപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെട്ടിരിക്കുന്നു, അത് തടഞ്ഞിരിക്കുന്നു. പക്ഷേ അതുവരെ അത് സ്വീകരിക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടി SBI വഴി നിയമപരമായി ഏതൊരാൾക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനോ കൊടുക്കാനോ സ്വീകരിക്കാനുള്ള സംവിധാനം നിയമപരമായി തന്നെയുണ്ട്. ആ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളോ, പഞ്ചാബിലെ സിഖ് ഭീകരരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളോ, അതിനെക്കുറിച്ച് എന്താ ഇവർക്ക് പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ല, ഞാൻ ആരും സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ. ഞാൻ ആരെങ്കിലും സംസാരിച്ചപ്പോൾ ഇടപെട്ടോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ സമയമേ എടുക്കുന്നല്ലോ. ഇപ്പോൾ കേരളത്തിൽ അന്വേഷണ ഏജൻസികൾ
കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരാൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഒരു സംവിധാനത്തിനെതിരെ ഒരു ഏജൻസി ഒരു അന്വേഷണവുമായി രംഗത്ത് വന്നാൽ ഉടനെ അവർ എന്താ ചെയ്യുന്നത്? തെരുവിലിറങ്ങുന്നു, അന്വേഷണ ഏജൻസിക്കെതിരെ സമരം പ്രഖ്യാപിക്കുന്നു. കോടതിയാണെങ്കിൽ കോടതിക്കെതിരെ സമരം പ്രഖ്യാപിക്കുന്നു. അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുന്നു. കേരളത്തിൽ ഇഡിക്കെതിരെ എത്ര കേസാണ് എടുത്തത് സംസ്ഥാന സർക്കാർ? എന്തിൻ്റെ പേരിലായിരുന്നു? അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്കെതിരെ ഒരു അന്വേഷണമോ ആരോപണമോ അഴിമതി ആരോപണമോ ഉണ്ടായാൽ, ഉദാഹരണത്തിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കേരളത്തിൽ ഇല്ലാത്തതാണോ? ആരെങ്കിലും കെട്ടിച്ചമച്ചതാണോ? കണ്ടലയിലെ അഴിമതി എന്ന് പറയുന്നത് ആരെങ്കിലും കെട്ടിച്ചമച്ചതാണോ? ലൈഫ് മിഷനിലെ അഴിമതി ആരെങ്കിലും കെട്ടിച്ചമച്ചതാണോ? ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നതാണോ? അല്ലല്ലോ. കരുവന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ 100 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പ്രത്യക്ഷത്തിൽ കണ്ടെത്തി എന്ന് പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസികളല്ല, സംസ്ഥാനത്തിന്റെ വിജിലൻസ് ആണ്. സംസ്ഥാനത്തിന്റെ വിജിലൻസ് ആ കേസിന്റെ റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കേരളത്തിലും ഡൽഹിയിലും മാത്രമല്ല അല്ലാത്ത സംസ്ഥാനങ്ങളിലും കേസുണ്ട്. ഈ കേസൊക്കെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ കേസൊക്കെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നതാണല്ലോ അവിടുത്തെ രാഷ്ട്രീയം. അപർണ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. രണ്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിഷയങ്ങളെ തെറ്റായി ധരിപ്പിക്കുക. അപ്പോൾ സോണിയാഗാന്ധിക്ക് എത്രയോ ആരോപണങ്ങൾ ഉയർന്നു വന്നു, അന്വേഷണം നടക്കുന്നില്ലേ? രാഹുൽ ഗാന്ധിക്ക് എത്ര ആരോപണങ്ങൾ ഉയർന്നു വന്നു, അന്വേഷണം നടക്കുന്നില്ലേ? അവരാരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കേരളത്തിലടക്കം എത്രയോ മുൻ മന്ത്രിമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടന്നു, അവരൊന്നും അറസ്റ്റിലായിട്ടില്ലല്ലോ. അപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് തെളിവുകൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടികൾ സ്വീകരിക്കും. അതിലെന്താ ചോദിക്കാനുള്ളത്? അതിലെന്താ ആരോപണം ഉന്നയിക്കാനുള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അല്ലെന്ന് ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ സുഹൃത്തെ. ഞാൻ ഇടപെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടും. അത് തിരിച്ചും പ്രതീക്ഷിക്കണം. എന്നിട്ട് വേണം എൻ്റെ അടുത്ത് ഇടപെടാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെയും ഇഡിയുടെയോ ഇൻകം ടാക്സിൻ്റെയോ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഫണ്ട് എവിടെ നിന്ന് കിട്ടി, അവർ ഫണ്ട് എവിടേക്ക് കൊടുത്തു, ഇലക്ട്രൽ ബോണ്ട് എങ്ങനെ വാങ്ങി, ഇതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ വിവരങ്ങൾ എന്താ ഇവർ പുറത്ത് പറയാത്തത്? ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പരസ്യമായി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം എതിരെ എൻ്റെ അറിവനുസരിച്ച് നല്ലൊരു ശതമാനം സ്ഥാപനങ്ങൾക്കുമെതിരെ ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി, അത് BJP വാങ്ങി എന്ന് പറയുന്ന ആളുകൾ, അവരടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, അവരടക്കമുള്ള ആളുകൾക്കെതിരെ നടപടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ തെറ്റായ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതല്ല. അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമാണ് നമ്മുടെ രാജ്യത്ത്. അന്വേഷണ ഏജൻസികൾക്ക് നടപടികൾ സ്വീകരിക്കാം. അവർക്ക് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിക്കും. കേരളത്തിലെ കരുവന്നൂരിലും ഒരു തവണ കൂടി ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടാൻ, BJP ഡൽഹിയിൽ തുടരുന്ന ഒരു പ്രതിഷേധമുണ്ട്, പ്രക്ഷോഭമുണ്ട്. അത് കേജ്രിവാൾ രാജിവെക്കണം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എന്നുള്ളതാണ്. ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യത്തിൽ ആവശ്യമില്ല ഒരു നിലപാടെടുത്ത സാഹചര്യമുണ്ട്. പ്രതിഷേധവുമായി BJP മുന്നോട്ട് പോകുമോ? അതൊന്നും അറിയാൻ കൂടി വേണ്ടിയാണ്. കാരണം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJPയുടെ അടുത്ത നീക്കം എന്താണ് എന്നറിയണമെങ്കിൽ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അറിയേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട്. അപർണ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ഉന്നയിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, ഒരു ധാർമ്മിക വിഷയം കൂടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ രാജ്യത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്, KP വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിക്കെതിരെ കോടതിയിൽ നിന്നൊരു ചെറിയ പരാമർശമുണ്ടായപ്പോൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അദ്ദേഹം ആ നിമിഷം രാജിവെച്ചില്ലേ? BJPയുടെ എത്ര മുഖ്യമന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു? ഉമാഭാരതി അടക്കമുള്ള പാർട്ടി അഴിമതി അതിനുള്ള മറുപടി മറ്റുള്ളവർ നൽകട്ടെ. ഞാൻ സാജു മോഹനിലേക്ക് വരുന്നതിന് മുമ്പ്